ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി വെസിറെക്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് അതിൻ്റെ ഫർദർ അപ്ഡേറ്റിന് വേണ്ടി താഴെ കമൻറ്റ് ചെയ്തിരുന്നു. കുറേ പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് മെസ്സേജ് അയച്ചായിരുന്നു എന്തായി അപ്ഡേറ്റ് എന്ന് വെച്ചിട്ട്. അപ്പം ഒരു സംഭവം നമ്മൾ കൊടുക്കുന്ന അപ്ഡേറ്റ് പാതി വഴിയിലിട്ട് പോകാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പൊടി എടുത്തിട്ട് എക്സ്പ്ലനേഷൻ തരികയാണ്. അപ്പം എന്താണ് കറൻ്റ് ഇരിക്കുന്ന സ്റ്റാറ്റസ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും വെസിറെക്സിൻ്റെ അവരവരുടേതായ ഗെയിം സ്റ്റൈൽ തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ ഒരു റീസ്ട്രക്ചറിങ് പ്ലാൻ പ്രപ്പോസൽ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിനകത്ത് യൂസേഴ്സിന് രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കാം. ആ റീസ്ട്രക്ചറിങ് പ്ലാൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഇതാണ് രണ്ട് ഓപ്ഷൻ. ഈ എസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയണത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പം വെസിറെക്സിൻ്റെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം റീബാലൻസിങ് കാൽക്കുലേറ്റർ എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് കറൻ്റ് എത്ര വാല്യൂ ഓഫ് റീബാലൻസ്ഡ് NLPA എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെസിറെക്സിനകത്ത് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഏകദേശം 6.5 ആണ് എൻ്റെ കാണിക്കുന്നത്. ഇത്ര ഡോളറാണ് എനിക്ക് റീബാലൻസ് ചെയ്ത് കിട്ടാനുള്ളത്. സോ ഈ ഒരു ബാലൻസ് ഇഫ് നമ്മൾ ഇവർ കൊടുത്ത പ്രപ്പോസലിനകത്ത് യെസ് ആണ് കൂടുതൽ പേര് സെലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണിക്കുന്ന എമൗണ്ട് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ ആ എമൗണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ 10 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രപ്പോസൽ കൊടുത്തിട്ട് 10 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഫ് ഇത് നോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നോ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് പെട്ടെന്നൊന്നും നടക്കില്ല. മിനിമം ഒരു 2 വർഷമെങ്കിലും പോകും. ബൈനാൻസിൻ്റെ ഡിസ്പ്യൂട്ടൊക്കെ സോൾവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ സംഭവം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം എന്താണ് ഇതിനകത്ത് ക്യാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു എസ് അനുസരിച്ച് ഇപ്പം കുറേ ആൾക്കാർക്ക് മേ ബി ചില ആൾക്കാർക്ക് 50% ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, ചില ആൾക്കാർക്ക് 60% തിരിച്ച് കിട്ടുന്നതായിരിക്കും, ചിലർക്ക് 80% തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പം ബാലൻസ് ഉള്ള ഫണ്ട് എപ്പോൾ തിരിച്ച് കിട്ടും എന്നുള്ളതിലാണ് ക്യാച്ച്. അപ്പോൾ ഇവർ പറയണത് നിങ്ങളിപ്പം എസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെസിറെക്സ് പുതിയൊരു ഡെക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഡെക്സ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് ഷെയറിങ്, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും മറ്റുള്ള ലാഭങ്ങളെല്ലാം വെച്ച് അത് മെല്ലെ മെല്ലെ പിന്നെ ഒപ്പം ഇവർ റിക്കവർ ചെയ്തെടുക്കും. കുറേ ടോക്കൺസ് റിക്കവറിങ് പ്ലാൻ നടക്കുന്നുണ്ട്. സോ അതൊക്കെ നടക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ബാക്കി നിങ്ങളുടെ എത്ര കുറവുണ്ടോ അത് മെല്ലെ മെല്ലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയണത്. ടൈംലി ബേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത് ഇഫ് എസ് ആണെങ്കിൽ. ഇഫ് നോ ആണെങ്കിൽ അതിലേക്കൊന്നും പോയില്ല, അവർ ഡെക്സ് സ്റ്റാർട്ട് ചെയ്യില്ല, അവർ വേറെ സംഭവങ്ങളൊന്നും തുടങ്ങില്ല. പക്ഷേ ഇത് ഈ ഒരു സംഭവങ്ങൾ ബൈനാൻസിൻ്റെ കേസും മറ്റുള്ള കേസുകളൊക്കെ നിന്ന് ഇപ്പം ഉള്ള ബാലൻസ് പോലെ നിങ്ങൾക്ക് കിട്ടാൻ സമയമെടുക്കും എന്നാണ് പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കും, ഓക്കെ നമുക്ക് എത്രയും കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് എസ് നമ്മൾ കൊടുക്കും. അതാണ് അവർക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഗെയിം പ്ലേ ആണിത്. ബിക്കോസ് ആ എസ് കൊടുക്കുന്നത് കൊണ്ട് ലിറ്ററലി നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവർ എത്രത്തോളം ട്രസ്റ്റബിൾ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പറയുന്നുണ്ട് 85% ഫണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ ഈ ഡെക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കോയിൻ സ്വിച്ചിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി യൂസേഴ്സിൻ്റെ ഫണ്ട് എടുത്തിരുന്നു. അതല്ലാണ്ട് മറ്റുള്ള കേസ് നടത്തണമെന്ന് പറഞ്ഞിട്ട് യൂസേഴ്സിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്തിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഇവർ ഫണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പം ഇവർ പറയുകയാണ് 85% ഞങ്ങൾ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ കേസ് ഇവർ തരുമോ തരില്ല എന്നുള്ളത് ഇവരുടെ ക്രെഡിബിലിറ്റി, ഇവരുടെ പെർഫോമൻസ്, ഇവർ മുൻപ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ തരും തരാതിരിക്കാം. ബട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, കൊടുക്കുക തന്നെ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരിപ്പം നമ്മളത് യെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം ഓക്കെ നമ്മൾ നിശ്ചൽ ഷെട്ടിയുടെയും വെസിറെക്സിനും നമ്മൾ വിശ്വാസം പുലർത്തുന്നു, അവർ തിരിച്ചു തരും എന്നുള്ളത് കൊണ്ട് നമ്മൾ യെസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇഫ് നോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിശ്ചൽ ഷെട്ടിയിൽ വിശ്വാസമില്ല, കാരണം അയാൾ ചെയ്തതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേര് നോ കൊടുക്കാനാണ് പറയുന്നുണ്ടാവുക. ബട്ട് ഇത് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഇത് കണ്ടിട്ടല്ല, പുള്ളിയുടെ ഹിസ്റ്ററിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അതാദ്യം പറയട്ടെ. അപ്പം അവരിപ്പോൾ ഈ ഒരു ഗെയിം ഇറക്കിയേക്കണത് ഇപ്പം നാളെ വീണ്ടും വെസിറെക്സിന് യൂസേഴ്സ് വരും എന്നുള്ളത്. ഇപ്പം നാളെ ഇതൊന്നും ഇല്ലാണ്ട് ഒരു ഡെക്സ് തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെസിറെക്സ് യൂസ് ചെയ്ത് ആരും അതിനകത്തോട്ട് വരാൻ സാധ്യതയില്ല. ബട്ട് ആൾക്കാർ ഇപ്പം ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇതൊരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ഗിമിക്ക് പോലെ അവർ ഈ സമയത്ത് ഡെക്സ് ഒക്കെ ലോഞ്ച് ചെയ്യണത് അവരുടെ സ്വന്തം പൈസയ്ക്കല്ല, ഈ പറഞ്ഞ പൈസയ്ക്കൊക്കെയാണ് ചെയ്യണത് എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഇപ്പം വന്നിട്ടുള്ള റീസെൻ്റ് അപ്ഡേറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് വെസിറെക്സ് ആപ്പ് എടുത്ത് നോക്കിയിട്ട് റീബാലൻസിങ് കാൽക്കുലേറ്റർ കാണിച്ചാൽ കാണാം. അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് വായിക്കുകയാണ്. റീബാലൻസ്ഡ് എത്രയുണ്ടെന്ന് കാണിക്കുകയാണ്. ദിസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തിൻ 10 days 10 business days of effective scheme and made available for withdrawal subject to the proposed scheme agreement being approved. അതായത് ഇപ്പോൾ നമ്മളെല്ലാം എസ് കൊടുത്തിട്ട് ഇപ്പം മീൻസ് ഈ സിംഗപ്പൂർ കോർട്ടൊക്കെ അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം 10 ദിവസത്തിനുള്ളിൽ 10 ബിസിനസ് ഡേയ്സിനുള്ളിൽ ഇതിനകത്ത് കാണിക്കുന്ന വാല്യൂ ഓഫ് റീബാലൻസ്ഡ് NLPA എന്ന് പറഞ്ഞ എമൗണ്ട് നിങ്ങൾക്ക് തരും. അതെങ്ങനെ തരും എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അതൊരു ക്യാച്ചാണ്.
ഇത് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. മേ ബി ഇപ്പോൾ നിങ്ങൾക്ക് $1000 ആണെന്നുണ്ടെങ്കിൽ $1000 ഒറ്റയ്ക്ക് കിട്ടണമെന്ന് ഇവർ പറയുന്നില്ല. മേ ബി അതിന് ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടാവും. അത് നമുക്ക് ക്ലാരിറ്റി ഇല്ല. എനിക്കതിൽ വായിച്ചിടത്തോളം എനിക്കതിൽ ക്ലാരിറ്റി മനസ്സിലായിട്ടില്ല. ഇഫ് ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിച്ച് ക്ലാരിറ്റി കിട്ടിയെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇവർ പറയണത്. അപ്പം ഈ സംഭവം എല്ലാം സെറ്റായി കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് എത്ര കിട്ടും, ഒരുമിച്ച് കിട്ടുമോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടും, അതാണ് അവർ പറയണത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോ ആണെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്നത് പോലും ഉണ്ടാവില്ല. മിനിമം 2 വർഷമെങ്കിലും എടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ എസ് നോ എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു ചാർട്ടിനകത്ത് നോ എന്നുള്ളതിൻ്റെ ഡേറ്റ് ഒരു എസ്റ്റിമേറ്റഡ് ടൈം 2030 ഒരു 5 കൊല്ലം എടുക്കുന്നൊക്കെയാണ് അവർ പറയണത്. സ്വാഭാവികമായിട്ട് 5 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയ്യോ പ്രശ്നമായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും 5 കൊല്ലം എടുക്കും. അത് ക്രിപ്റ്റോ ആയിട്ടല്ല, നിങ്ങൾക്ക് ഫിയറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുന്നൊക്കെ പറയും. സ്വാഭാവികമായിട്ടും യെസ് ചെയ്യണമെന്നാണ് അവരുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പം വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 19 മുതൽ മാർച്ച് 28 വരെയാണ് 2025. അപ്പം ഇപ്പോഴെന്തായാലും ഇല്ല, അടുത്ത മാസം 19-28 ഉള്ളിൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എസ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നോ ചൂസ് ചെയ്യാം. അത് നിങ്ങളെ പൊറുത്തിരിക്കും. എസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവർ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ നിശ്ചൽ ഷെട്ടിയെ വിശ്വസിക്കുന്നു, അവർ ഫണ്ട് തിരിച്ചു തരുന്നുള്ള വിശ്വാസം നിങ്ങൾ ചെയ്യുന്നു, അവർ പുതിയൊരു ഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഇപ്പോൾ കാണിക്കുന്ന റീബാലൻസ് കാൽക്കുലേറ്ററിലെ ഫണ്ട് മെല്ലെ അവർ തന്നുകൊണ്ടിരിക്കും. അത് എപ്പോൾ തരും, എത്ര തരുമെന്നറിയില്ല. എപ്പോൾ തരുന്നവർ പറഞ്ഞിട്ട് 10 ദിവസം ഉണ്ട്, പക്ഷെ എത്ര തരുമെന്ന് അറിയില്ല. അതൊന്ന്. ഇഫ് നോ ആണെന്നുണ്ടെങ്കിൽ മിനിമം കുറച്ച് ദിവസങ്ങളിലിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെഡിക്ക് ഞാൻ കണ്ട കുറേ വീഡിയോസിനകത്തൊക്കെ നോ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അത് അവരുടേതായതാണ്, അയാളുടെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം അവരുടെ ചെയ്തികൾ അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. സോ ഇതൊക്കെയാണ് വെസിറക്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. സോ സോറി ഫോർ മേക്കിംഗ് ദിസ് മച്ച് ഡിലേ. ഒരുപാട് പേര് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേഴ്സണലി കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ ഇപ്പോഴും ഒട്ടും കംഫർട്ടബിൾ അല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻഡ് ചെയ്യാതിരിക്കുക, അത് കണ്ടിന്യൂ ചെയ്യണം. നമ്മളെ വിശ്വസിച്ച് ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ചെയ്യണം. അതുകൊണ്ടാണ് ചെയ്തത്. അപ്പം വേറെ നല്ല ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഇപ്പം മാർച്ച് 19 മുമ്പ് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അതിന് മുമ്പ് വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പോഴും ചെയ്യാം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ടായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.